ഈ ആർട്ട് വർക്കിന് ഇതിൻ്റെ ആർട്ടിസ്റ്റ് പേര് കൊടുത്തിരിക്കുന്നത് ഗോസ്റ്റ് ബില്ലാഡ്സ് എന്നാണ്. അതായത് ഇതൊരു മ്യൂസിക് പരേഡായിട്ടാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ് ഇതിനെ കാണുന്നത്. ഇത് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ പല കൊളോണിയൽസ് കാലഘട്ടത്തിൽ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ആർട്ടാണിത്. ഇതിൽ നിന്ന് ഇപ്പോൾ മ്യൂസിക് തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക് തന്നെ പുള്ളി എടുത്തേക്കണം. ഫഡോ മ്യൂസിക് എന്നാണ് ആ ഒരു മ്യൂസിക്കിൻ്റെ പേര്. ആ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിൻസ് ലിസ്ബൺ ആണ്. പിന്നെ ഒരുപാട് കൺട്രീസിൽ ഈ മ്യൂസിക് യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പല പല തൊഴിലാളികളും വർക്കേഴ്സും ആളുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്തിരുന്ന മ്യൂസിക്കാണിത്. പിന്നെ ഈ മ്യൂസിക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുപാട് പുതിയതായിട്ട് പിന്നെയും റീമിക്സും റീമേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പുള്ളി ഇതിൻ്റെ ഒറിജിനൽ വേർഷനിൽ നിന്നാണ് എടുത്തേക്കണം ഇതിൻ്റെ മ്യൂസിക്കിന് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം ഓരോ വർക്കേഴ്സിൻ്റെ ഡ്രസ്സാണ്. അതായത് ഇതിനായിട്ട് വേണ്ടി പുള്ളി യാതൊരുവിധ ഡ്രസ്സൊന്നും കളക്ട് ചെയ്തിട്ടില്ല. പുള്ളിക്ക് ആവശ്യം വർക്കേഴ്സിൻ്റെ ഡ്രസ്സ് തന്നെയായിരുന്നു. കാരണം പുള്ളി പ്രൊട്ടസ്റ്റ് ഈ വർക്കേഴ്സിൻ്റെയും കോമൺ പീപ്പിൾസ് ഇന്ത്യയിലും വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ആയത്. കാരണം ഇന്ത്യയിൽ മോസ്റ്റ്ലി കോമൺ പീപ്പിൾസാണ്. സോ അത് കാരണമാണ് പുള്ളി ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു മ്യൂസിക് പരേഡ് കൊടുത്തിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കൊടുത്തിരുന്ന യൂണിഫോമും ഡ്രസ്സിൻ്റെ ഈ ഫിഗറിന് കൊടുക്കുന്ന കോസ്റ്റ്യൂം ആയാലും അതിലൊക്കെ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവരുടെ രാജ്യത്തിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പുള്ളിക്കാരൻ ജപ്പാനിൽ ചെന്നിട്ട് ചെയ്തപ്പോൾ ജപ്പാനിൽ പുള്ളി കൊടുത്തിരുന്നത് പരേഡ് യൂണിഫോമാണ്. അതായത് അവിടുത്തെ മിലിറ്ററി പരേഡ് ചെയ്യുമ്പോഴാണ് യൂണിഫോമാണ് അവിടുത്തെ ഫിഗറിനൊക്കെ കൊടുത്തിരുന്നത് പുള്ളി. ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ മോസ്റ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ പീപ്പിൾസ് ആണല്ലോ, ഇവിടെ വർക്കേഴ്സാണ് കൂടുതലും. അപ്പോൾ വർക്കേഴ്സിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ് പുള്ളി, അതും വർക്കേഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടാണ് പുള്ളി ഈ ആർട്ട് വർക്കിന് കൊടുത്തിരിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരുപാട് ഫൈറ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ മോസ്റ്റ്ലി മരിച്ചു വീണവരൊക്കെ കൂടുതലും സാധാരണക്കാരാണ്. അപ്പോൾ ഓരോരുത്തരും ഈ ഫൈറ്റിൽ മരിക്കണത് അതിനെയൊക്കെ സൂചിപ്പിച്ചാണ് പുള്ളി ഈ ഒരു ചില ഫിഗറിന് കൈ ഉണ്ടാവില്ല, ചിലതിന് തല ഉണ്ടാവില്ല, ചിലതിന് ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ, കൈയും തലയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പുള്ളി പുള്ളിയുടെ ഓരോ പ്രൊട്ടസ്റ്റും പുള്ളി കോമൺ പീപ്പിളിലൂടെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കൂടുതലും ആളുകൾ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് ഒറ്റയടിക്ക് സ്റ്റക്കാവലാണ് ഇവർ. ഈ ആർട്ട് വർക്കിൻ്റെ റൂം സെൻറ്റർ എത്തുമ്പോൾ അവർ സ്റ്റക്കാവും. പിന്നീട് അവർ റിട്ടേൺ പോയിട്ടാണ് ആദ്യം തൊട്ട് ഇവർ ഒന്ന് ശരിക്കും നോക്കണത് തന്നെ ആർട്ട് വർക്ക്. ഈ വർക്ക് ഒരുപാട് പേരും ചോദിക്കുന്നുണ്ട്, ഈ വർക്കിൻ്റെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. വേറെ എവിടെയും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇതേപോലെ ഇങ്ങനത്തെ ഒരു ആർട്ട് വർക്ക് വേറെ എവിടെയും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എല്ലാവരും വന്നിട്ട് ചോദിക്കാറുണ്ട്. മെയിൻലി ഈ വെന്യൂല് മെയിൻലി ചോദിക്കണ വർക്കുകളിലൊന്നാണിത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.